بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إن شاء الله നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹീം അൽ ബുഖാരി മദീന യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ മാഹിയ അസ്സലഫിയ, എന്താണ് സലഫിയത്ത്, സലഫിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സലഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഈ സലഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചെറിയൊരു കിതാബ്. ആ കിതാബ് ചെറിയ രീതിയിൽ വായിച്ച് ചെറിയൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം കിതാബ് ആരംഭിക്കുന്നത് ബയാനു മഅന സലഫിയത്തി ഫിൽ ലുഗ, ഭാഷാപരമായിട്ട് സലഫ് എന്ന ആ പദത്തിൻ്റെ അർത്ഥമെന്ത്. നമ്മളിപ്പം ഞാനൊരു സലഫിയാണെന്ന് പറയുമല്ലോ, അപ്പോൾ ഈ സലഫ് എന്ന പദം കൊണ്ട് ഭാഷയിൽ എന്താണ് അർത്ഥം വെക്കുന്നത്? അതിനർത്ഥം അൽ മുതഖദ്ദിമു, അഥവാ മുൻ കഴിഞ്ഞവർ, മുമ്പ് കഴിഞ്ഞു പോയവർ എന്നാണ് ഭാഷാ അർത്ഥം. അസ്സലഫി എന്ന് പറഞ്ഞാൽ അസ്സലഫ്, മുമ്പ് കഴിഞ്ഞവർ. നമുക്ക് അറബി ഡിക്ഷണറികളിൽ കാണാൻ കഴിയും സലഫ് എന്ന പദത്തിൻ്റെ അർത്ഥം അൽ മുതഖദ്ദിമൂന, മുമ്പ് കഴിഞ്ഞൊരു സമുദായം, ഒരു സമൂഹം, കഴിഞ്ഞു പോയൊരു സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റുഫിൻ്റെ 56-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. ഫജഅൽനാഹും, നാം അവരെ ആക്കി, സലഫൻ, മുൻഗാമികളാക്കി, വമസലൻ ലിൽ ആഖിരീൻ, പിൽക്കാലക്കാർക്ക് ഉത്ബോധനമായിട്ട് അല്ലെങ്കിൽ ഗുണകാംക്ഷയായിട്ട് അവരെ നാം മുൻഗാമികളാക്കി. അപ്പോൾ ഈ സലഫിൻ്റെ അർത്ഥം മുൻഗാമികൾ, മുമ്പ് ജീവിച്ചവർ എന്നാണ് അർത്ഥം. ഇതിൻ്റെ തഫ്സീർ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിൻ്റെ തഫ്സീർ പറയുന്നത് അസ്സലഫു മൻ തഖദ്ദമ മിനൽ ആബാ. സലഫു എന്ന പദത്തിൻ്റെ അർത്ഥം മൻ തഖദ്ദമ മിനൽ ആബാഇ, പിതാക്കന്മാരിൽ നിന്നും മുമ്പ് കഴിഞ്ഞു പോയൊരു സമൂഹത്തിനാണ് സലഫ് എന്ന് പറയുക. ഫജഅൽനാഹും മുതഖദ്ദിമീന ലിയത്തഇള ബിഹിം അൽ ആഖിറൂൻ. ഈ ആയത്തിൻ്റെ അർത്ഥം പിൽക്കാലക്കാർക്ക് ഗുണകാംക്ഷയായിട്ട്, ഉത്ബോധനമായിട്ട് സലഫുകളെ, മുൻഗാമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. അഥവാ ഖുർആന്റെ ചരിത്ര സംഭവങ്ങൾ, മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ചരിത്രങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും അള്ളാഹു ശിക്ഷിച്ചവരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ കഥകൾ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ സലഫുകളുടെ, മുൻഗാമികളുടെ കഥകൾ അള്ളാഹു പറയുന്നത് പിൽക്കാലക്കാർക്ക് ഉത്ബോധനമായിട്ടാണ്. അപ്പം ഭാഷാപരമായിട്ട് സലഫ് എന്ന പദത്തിൻ്റെ അർത്ഥം മുൻഗാമികൾ എന്ന് കിട്ടും. അപ്പം ഈ ഒരു ഭാഷാ അർത്ഥത്തിൽ തന്നെ എന്ത് മനസ്സിലായി? ഒരാൾ സലഫി എന്ന് പറയുന്നത് പുത്തനാശയക്കാരനല്ല, പുതുതായിട്ടുണ്ടായതല്ല. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, മുൻഗാമികളെ പിൻപറ്റുന്നവൻക്കാണ് സലഫി എന്ന് പറയുക. അപ്പോൾ ഈ സലഫ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്തായി? മുൻഗാമികൾ എന്നർത്ഥം കിട്ടി. അപ്പോൾ സലഫികൾ എന്ന് പറയുന്നത് മുൻകാലക്കാർ, മുൻഗാമികളെ പിൻപറ്റുന്നവർ എന്നർത്ഥത്തിലാണ്. ഇനി സാങ്കേതികപരമായിട്ട് അതിൻ്റെ അർത്ഥം, ആരാണ് സലഫ്? മുൻകഴിഞ്ഞു പോയവർ. മുൻകഴിഞ്ഞു പോയവരിൽ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, നമുക്ക് മാതൃകയാക്കാൻ അള്ളാഹു കൽപ്പിച്ചവരുണ്ട്, നമുക്ക് മാതൃകയാക്കാൻ പാടില്ല, അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മുൻഗാമികളിൽ പല ആൾക്കാരുണ്ട്. അവരെല്ലാവരും പിൻപറ്റുന്നവർ സലഫികളാവൂല. മറിച്ച് ആരെ പിൻപറ്റുന്നവർക്കാണ് സലഫി എന്ന് പറയുക, മുൻഗാമികളിൽ ആരെ പിൻപറ്റുന്നവർക്കാണ് സലഫി എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്ത്
വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻകടന്നവർ, ആദ്യത്തവർ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട മുൻകടന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, ഇഹ്സാനോടുകൂടി അവരെ പിൻപറ്റുന്നവർ. ഇഹ്സാനോടുകൂടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് അവരെ പിൻപറ്റുന്നവർ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിന്റെ വിഷയത്തിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗം അല്ലാഹു അവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ ശാശ്വതരായിരിക്കും, ആ സ്വർഗത്തിൽ എന്നെന്നും താമസിക്കുന്നവരായിരിക്കും. ദാലികൽ ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥ വിജയം, അതാണ് ഏറ്റവും വലിയ വിജയം. നാളെ സ്വർഗത്തിൽ നമ്മുടെ ഒരു കാലെടുത്ത് വെച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ മഹത്തായ വിജയം സ്വർഗപ്രവേശനമാണ്. ആ സ്വർഗത്തിൽ ഒന്ന് കയറി കിട്ടിയാൽ ഖാലിദീന ഫീഹാ അബദ, എന്നേക്കുമായി ആ സ്വർഗാനുഭൂതികൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഏറ്റവും വലിയ വിജയമാണ്. അപ്പൊ അള്ളാഹു ഈ സ്വർഗം ആർക്കാണ് തയ്യാറാക്കിയത്? മുൻഗാമികൾക്കാണ്. എങ്ങനെയുള്ള മുൻഗാമികൾ? അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ ദീനിനെ തൃപ്തിപ്പെട്ട മുൻഗാമികൾ. അവരായിരിക്കണം നമ്മുടെ മാതൃക, അതല്ലാതെ മറ്റുള്ളവരല്ല. ഒന്നുകൂടി വിശദീകരിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ഖർനി, എൻ്റെ കാലഘട്ടക്കാരാണ്. അതായത് എൻ്റെ സഹാബാക്കളാണ്, എൻ്റെ കാലഘട്ടക്കാരാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈർ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷമുള്ളവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷമുള്ളവർ. ആദ്യത്തെ 3 തലമുറ, ഒന്ന് റസൂലിന്റെ കാലം, 2 അവർക്ക് ശേഷമുള്ളൊരു കാലം, 3 അവർക്ക് ശേഷമുള്ളൊരു കാലം, ഈ 3 നൂറ്റാണ്ട്. സുമ്മ യജീഉ അഖ്വാമുൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നൊരു വിഭാഗം ആൾക്കാർ വരും. തസ്ബിഖു ഷഹാദതു അഹദിഹിം യമീനഹു വയമീനുഹു ഷഹാദതഹു, അവരുടെ ഷഹാദത്ത്, സാക്ഷ്യം പറയൽ, അവരുടെ സത്യം ചെയ്യുന്നതിനേക്കാൾ മുൻകടക്കും. അല്ലെങ്കിൽ ഷഹാദത്ത് പറയുന്നതിനേക്കാൾ മുമ്പ് സത്യം പറയും, അല്ലെങ്കിൽ സത്യം പറയുന്നതിനേക്കാൾ മുമ്പ് ഷഹാദത്ത് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൾ സൂക്ഷിക്കാത്തവർ, വാഗ്ദാനങ്ങൾ സൂക്ഷിക്കാത്തവർ, കളവുകൾ തോന്നിയതുപോലെ കളവ് പറയുന്നവർ, സംസാരത്തിന്റെ വിഷയത്തിൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി പക്വതയോടെ ചിന്തിച്ച് സംസാരിക്കാത്തൊരു വിഭാഗം ആൾക്കാർ വരും. എന്തൊക്കെയോ പറയും, ചിലപ്പോൾ കളവ് പറയും, ചിലപ്പോൾ ആവശ്യമില്ലാത്തടത്ത് സത്യം ചെയ്യും, ചിലപ്പം ആവശ്യമില്ലാത്തടത്ത് ഷഹാദത്തു കള്ളസാക്ഷി നിൽക്കും. അങ്ങനത്തെ ഒരു വിഭാഗം പിന്നീട് കടന്നു വരും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഇമാം മുസ്ലിമിന്റെ ലഫ്ദിൽ അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലത്ത്, മഹദി പറഞ്ഞു, സഅല റജുലുൻ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, ഏറ്റവും നല്ല ജനങ്ങൾ ആരാണ്, ഏറ്റവും ഖൈറായവരാരാണ്? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖർനുല്ലദീ അന ഫീഹി, ഞാൻ ഏത് കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ, അവരാണ് ഏറ്റവും ഉത്തമരായവർ. അൽ ഖർനുല്ലദീ അന ഫീഹി സുമ്മ ത്സാനി സുമ്മ ത്സാലിസ്, പിന്നെ അവർക്ക് ശേഷമുള്ള 2ാമത്തെ നൂറ്റാണ്ടും പിന്നെ 3ാമത്തെ നൂറ്റാണ്ടും. അപ്പോൾ ആദ്യത്തെ 3 നൂറ്റാണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ജനങ്ങളെന്ന് പരിചയപ്പെടുത്തിയത്, ഖൈറുന്നാസായി പരിചയപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ വഫിൽ ബാബി അഹാദീസു ഇദ്ദ, ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഫൽ ആയത്തുല്ലതി മലത് മിൻ സൂറത്തി തൗബ, നേരത്തെ ഓതിയ ആയത്ത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഈ ആയത്തും ഈ വിഷയത്തിലുള്ളതാണ്. വമാ ജാഅ മിനൽ അഹാദീസി തദുല്ലു അലാ ഖൈരിയത്തി സ്വഹാബത്തി
വഅന്നഹും ഖൈറുൽ ഉമ്മത്തി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ. അത് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്, ഖുർആന്റെ ആയത്തിലും സ്ഥിരപ്പെട്ടതാണ്, അതിൽ ആർക്കും സംശയമില്ല. സഹാബാക്കൾക്ക് ശേഷമുള്ള കാലഘട്ടക്കാർ അവർ എല്ലാവരെയും നമുക്ക് പിൻപറ്റാൻ പറ്റും. ഇപ്പൊ ഞാനൊരു സലഫിയാണ്, ഞാൻ സലഫുകളെ പിൻപറ്റുന്നവനാണ് എന്ന് പറയുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഒന്ന് സഹാബാക്കളെ പിൻപറ്റുന്നവരാണ്. പിന്നെ അവർക്ക് ശേഷമുള്ളവർ, ഈ അവർക്ക് ശേഷമുള്ള 2 നൂറ്റാണ്ട് കാലം, ആ 2 നൂറ്റാണ്ടുകാരിൽ ആരെ പിൻപറ്റുന്നവർ? ആ ജീവിച്ച എല്ലാവരെയും പിൻപറ്റുന്നവരാണോ? അല്ല, അതൊരു കൃത്യപ്പെടുത്തേണ്ടതുണ്ട്. സഹാബാക്കൾ എല്ലാവരും ഖൈറിലാണ്, സഹാബാക്കളുടെ കാലത്തുണ്ടായ എല്ലാ ആൾക്കാരും ഖൈറിലാണ്. സഹാബാക്കൾക്ക് ശേഷമുള്ള 2 നൂറ്റാണ്ടിൽ അവരിൽ ആരെയാണ് നാം പിൻപറ്റേണ്ടത്? ആരെയാണ് നാം സലഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശേഷം അതാണ് വിശദീകരിക്കുന്നത്. لأن السبق الزمن ليس كافيا في تعيين السلف. അവർ മുൻകാലഘട്ടത്തിൽ ജീവിച്ചവരാണ്, നമ്മുടെ മുൻഗാമികളാണ് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ സലഫുകളാവുകയില്ല. മറിച്ച് ലാ ബുദ്ദ അൻ യുളാഫ ഇലാ ഹാദാ ഖൈദുൻ മുഹിമ്മുൻ. അവർ മുൻഗാമികളാണ്, അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. വഹുവ മുവാഫഖതുഹു ലിൽ കിതാബി വസ്സുന്നതി വഫഹ്മി സ്വഹാബ. 3 കാര്യങ്ങളാണ്. സഹാബാക്കൾക്ക് ശേഷമുള്ള 2 നൂറ്റാണ്ടിൽ ആൾക്കാരെ നാം സലഫുകൾ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകണം. ഒന്ന് മുവാഫഖതുഹു ലിൽ കിതാബ്, അവർ ഖുർആനിനോട് യോജിച്ചവരായിരിക്കണം. വസ്സുന്നതി, രണ്ടാമത്തേത് സുന്നത്തിനോട് യോജിച്ചവരായിരിക്കണം. മൂന്നാമത്തേത് വഫഹ്മി സ്വഹാബ, സഹാബാക്കൾ ഖുർആനും സുന്നത്തും എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കിയവരായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അവർ നാം സലഫുകളായിട്ട് അംഗീകരിക്കുകയുള്ളൂ. സഹാബാക്കൾക്ക് ശേഷമുള്ള ആൾക്കാർ, സഹാബാക്കൾ അവർക്ക് എന്ത് ചെയ്യാം? 100% അംഗീകരിക്കും. അവർക്ക് ശേഷമുള്ളവരിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം, എന്നാലേ അവർ എന്ത് ചെയ്യും? നമ്മുടെ സലഫുകളാവുകയും. കാരണം സഹാബാക്കൾക്കിടയിൽ തന്നെ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഖദരിയാക്കൾ, സഹാബാക്കളുടെ കാലത്ത് തന്നെ ഖദരിയാക്കളുണ്ട്. ഖദറിനെ നിഷേധിക്കുന്നവരുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരായി അറിയപ്പെട്ടവരുണ്ട്. പക്ഷെ അവർ ഖദരികളാണ്, ഖദറിനെ നിഷേധിക്കുന്നവരാണ്. അവർ ഒരിക്കലും നമ്മുടെ സലഫല്ല. കാരണം എന്താ? കിതാബിനോട് യോജിച്ചിട്ടില്ല, സുന്നത്തിനോട് യോജിച്ചിട്ടില്ല, ഫഹ്മു സഹാബയോക്ക് യോജിപ്പില്ല. ഒരു ഹദീസ്, അൽഫൽ ഖദരിയത്തു, ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിക്കുന്നവർ, ഖറജത് ബൈന അദ്ഹുരി ജംഇൻ മിനസ് സഹാബ, ഒരു വിഭാഗം, ഒരു കൂട്ടം സഹാബാക്കൾ ജീവിച്ചിരിക്കുകയാണ് ഖദറികൾ രംഗത്ത് വന്നത്, ഖദറിനെ നിഷേധിക്കുന്നവർ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നമ്മുടെ സലഫുകളാവുകയില്ല. വഹദീസു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫിൽ ബറാഅത്തി മിൻഹും ഷഹീറുൻ മഷ്ഹൂറുൻ. ആ ഖദരിയാക്കളുടെ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും അവരിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. വഹുവ അവ്വലു ഹദീസിൻ ഫീ സഹീഹ് മുസ്ലിം. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസാണത്. സഹീഹ് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖദറിനെ നിഷേധിക്കുന്നവരിൽ നിന്നും ഒഴിവാകുന്ന ഹദീസ്. ഹദീസ് ഇങ്ങനെയാണ്: യഹ്യ ഇബ്നു യഅ്മുർ അദ്ദേഹം പറയാൻ, ഖുൽതു ലി ഇബ്നു ഉമർ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ഞാൻ പറഞ്ഞു, ഇന്നാ നുസാഫിറു ഫനൽഖാ ഖൗമൻ യഖൂലൂന ലാ ഖദർ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാരെ കണ്ടുമുട്ടി, അവർ ഖദറിനെ നിഷേധിക്കുന്നു, ഖദർ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക, ഇനി ആ കൂട്ടക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫഅഖ്ബിറുഹും, നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക, അന്നീ ബരീഉൻ, ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്, അവരുടെ ആ വാദത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാണ്, ഞാനും അവരും തമ്മിൽ ഒരു ബന്ധമില്ല. സഹാബി അവർ ഒഴിവാക്കണം, കാരണം ഖദറിനെ നിഷേധിക്കുന്നവർ അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല. അബ്ദുല്ലാഹി പറയാം, ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്, അവർ എന്നിൽ നിന്നും ഒഴിവാണ്, ഞാനും അവർ തമ്മിൽ ഒരു ബന്ധമില്ല. വല്ലദീ യഹ്ലുഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയാണ്, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബ,
ആ ഖദറിനെ നിഷേധിക്കുന്നവർക്ക് ഉഹദ് മലയോളം സ്വർണം ഉണ്ടാവുകയും ഫഅൻഫഖഹു, എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചിലവഴിക്കുകയും ചെയ്താൽ മാ ഖബിലല്ലാഹു മിൻഹു, അള്ളാഹു അവനിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദരി, അവൻ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അത് അവരുടെ അമലുകളൊന്നും സ്വീകരിക്കും. അവർ ചെയ്തിട്ട് കാര്യം, അവരുടെ ഈമാൻ ബാത്തിലാണ്. ഖദറിനെ നിഷേധിക്കുന്നവർ അവരുടെ ഈമാൻ പൂർണ്ണമല്ല. കാരണം മൽ ഈമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവസാനമായിട്ട് നുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറുള്ള വിശ്വാസമാണ്. ആ ഖദറിനെ നിഷേധിക്കുന്നവർ ഈമാൻ പൂർണ്ണമാകാത്തവരാണ്. അപ്പോൾ അവരിൽ നിന്ന് മറ്റൊരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ഖവാരിജികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിലനിൽക്കെ തന്നെ ആ സഹാബാക്കൾക്കിടയിലാണ് ഖവാരിജികൾ വന്നത്. അതുകൊണ്ട് അവരും നമ്മുടെ സലഫുകളല്ല. കാരണം എന്താ? അവർക്ക് ഈ 3 ഷർത്തുകൾ, നിബന്ധനകളില്ല. ഒന്ന് മുവാഫഖത്തുഹു ലിൽ കിതാബ്, അവർ കിതാബിനോട് യോജിച്ചവരല്ല. രണ്ടാമത്തത് സുന്നത്തിനോട് യോജിച്ചവരല്ല. മൂന്നാമത്തത് ഈ 2 കാര്യങ്ങളും ഖുർആനും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതിയിൽ മനസ്സിലാക്കിയവരുമല്ല. അപ്പോൾ നമ്മുടെ സലഫുകൾ എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ യോജിച്ചവരാണ്. ഒന്ന് സഹാബാക്കള്, ആ സഹാബാക്കൾക്ക് ശേഷം നമ്മുടെ സലഫുകൾ ഈ 3 കാര്യം യോജിച്ചവരാണ്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ സലഫിയാണെന്ന് പറയുമ്പോൾ എൻ്റെ സലഫുകൾ ആര്? നീ ആരെയാണ് പിൻപറ്റുന്നത്? നിന്റെ മുൻഗാമികൾ ആര്? ഒന്ന് സഹാബാക്കൾ. പിന്നെ ഈ 3 നിബന്ധനകൾ മറ്റാരിലൊക്കെ ഉണ്ടോ അവരൊക്കെ എൻ്റെ സലഫുകളാണ്. ഒന്ന് കിതാബിനോട് യോജിക്കുന്നവർ, 2 സുന്നത്തിനോട് യോജിക്കുന്നവർ, 3 ഈ 2ഉം കിതാബും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതിയിൽ മനസ്സിലാക്കിയവർ, അവരാണ് നമ്മുടെ സലഫുകൾ. അവരെ പിൻപറ്റുന്നവരാണ് സലഫികൾ. അപ്പോൾ സലഫികളുടെ കണക്ഷൻ സഹാബാക്കളിലേക്കാണ്. ആ സഹാബാക്കൾ എങ്ങനെയാണോ ഈ ഉമ്മത്തിന് ദീൻ പഠിപ്പിച്ചത് അതേപോലെ ദീൻ മനസ്സിലാക്കിയവർ ആരാണോ അവരാണ് നമ്മുടെ മുൻഗാമികൾ. അവരിലേക്കാണ് നമ്മുടെ ബന്ധം. അപ്പോൾ ഈ ആരാണ് സലഫുകൾ, ആരാണ് നാം പിൻപറ്റുന്നത് എന്ന് പറയുന്നതിലൂടെ തന്നെ നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ പറയുന്നത് പോലെ ഒരു പുത്തനാശയക്കാരാണ്, പുതിയ മതമാണ്, പുതിയത് കൊണ്ടുവന്നതാണ് എന്ന് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ഒരിക്കലുമല്ല. നമ്മളാണ് അസലുള്ളവർ, അവരാണ് പുതിയത് കൊണ്ടുവന്നവർ. അവരുടെ എന്ത് കാര്യങ്ങളും, അവരുടെ വിശ്വാസങ്ങളാണെങ്കിലും അവരുടെ അഖീദ തന്നെ ചേർക്കപ്പെടുന്നിടത്തേക്കാണ്. അബുൽ ഹസൻ അൽ അശാരി, അശാരി അഖീദയാണ്. എപ്പോൾ 3 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമുള്ളവരാണ്, അവരിലേക്കാണ് അഖീദ ചേർക്കപ്പെടുന്നത്. നമ്മുടെ അഖീദ ചേർക്കപ്പെടുന്നതോ സഹാബാക്കളിലേക്കാണ്. അപ്പോൾ നമ്മളാണ് മുൻഗാമികൾ, നമ്മളാണ് സലഫുകൾ, നമ്മളാണ് ഹക്കിലുള്ളവർ, മറ്റെല്ലാവരും ബാത്തിലാണ്. ആ ഈ സലഫുകളെ പിൻപറ്റുന്നവരാണോ അവരാണ് ഹക്കിലുള്ളവർ, ബാക്കി എല്ലാവരും ബാത്തിലാണ്. അപ്പോൾ ഖവാരിജികൾ വകദാലിക ഖറജത്തുൽ ഖവാരിജു, ഇതേ രീതിയിലാണ് ഖദരിയാക്കൾ രംഗപ്രവേശനം ചെയ്തതുപോലെ തന്നെയാണ് ഖവാരിജികളും രംഗപ്രവേശനം ചെയ്തത്. അലാ അലിയിൻ വഗൈരിഹി മിനസ് സഹാബ, ഖവാരിജികൾ രംഗപ്രവേശനം ചെയ്തത്, സമൂഹത്തിലേക്ക് വന്നത് അലി റളിയല്ലാഹുവിനെതിരായിട്ടാണ്. അതുപോലെ തന്നെ ഏതാനും പ്രമുഖരായ സഹാബാക്കൾക്കെതിരായിട്ടാണ്, അവർക്കെതിരെ ആരോപണങ്ങൾ നടത്തിയിട്ടാണ് ഖവാരിജികൾ രംഗത്തേക്ക് വരുന്നത്, രംഗപ്രവേശനം ചെയ്യുന്നത്. വഹും ബൈന അദ്ഹുരി സഹാബ, അവരും സഹാബാക്കൾക്കിടയിലുണ്ടായിരുന്നവരാണ്. വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, വലിയ വലിയ അറിയപ്പെട്ടവരുണ്ട്, വലിയ ഇബാദത്തുകൾ ഉള്ളവരുണ്ട്. പക്ഷെ എന്തല്ല, അവർ നമ്മുടെ സലഫല്ല, നമ്മുടെ മുൻഗാമികളല്ല. കാരണം ഈ 3 നിബന്ധനകൾ അവരിലില്ല. ولما ناظرهم عبد الله بن عباس رضي الله عنه المناظرة الشهيرة المشهورة, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംവദിച്ചു, സംവാദം നടത്തി ഖവാരിജികളോട്. അഖ്റജഹ അൽ ഹാകിമു ഫിൽ മുസ്തദ്റക്, ആ സംഭവം ഇമാം ഹാകിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്തദ്റക് ഉദ്ധരിക്കുന്നുണ്ട്. മുസ്തദ്റക് എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ആ സംവാദം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖവാരിജികളും തമ്മിലുണ്ടായ സംവാദം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഹദീസ് നമുക്ക് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട നാം അറിയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സഹാബാക്കൾക്കെതിരെ ഈ ഉമ്മത്തിലെ മുസ്ലിമീങ്ങൾ തിരിഞ്ഞു? ഖവാരിജികൾ മുസ്ലിങ്ങളാണ്, വളരെ ദീനിൽ വളരെ കർശന നിലപാടുകളുള്ള മുസ്ലിമീങ്ങളാണ് ഖവാരിജികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളമായിട്ട് പറഞ്ഞത് അവരുടെ ഇബാദത്തും അവരുടെ ഇബാദത്ത് നിങ്ങളുടെ ഇബാദത്തിന്റെ എവിടെയോ എത്തൂല, അങ്ങ് അവരുടെ ഇബാദത്ത്. അവരുടെ നിസ്കാരം വെച്ച് നോക്കിയാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. ആ രീതിയിലാണ് അവരുടെ ഇബാദത്ത്. അത്രയും ശിദ്ദത്തുള്ളവരാണ്, കണിശതയുള്ളവരാണ്. പക്ഷെ അവർ
അലി റളിയല്ലാഹുവിനെതിരെ ആരോപണം പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങി. സഹാബാക്കൾ, പ്രമുഖരായ സഹാബാക്കൾക്കെതിരെ ആരോപണം പറഞ്ഞ് രംഗത്തിറങ്ങി. ആ ഒരു ഹദീസ് നമുക്ക് വായിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഖറജത് അൽ ഹറൂരിയ. ഹറൂരിയ എന്നാണ് ഖവാരിജികളുടെ മറ്റൊരു പേരാണ്. കുറേ പേരുകൾ അവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹറൂരിയാക്കൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇഅ്തസലൂ ഫീ ദാരിൻ, അവരൊരു സ്ഥലത്ത് തമ്പടിച്ചു, ഒരുമിച്ച് കൂടി. വകാനൂ 6000, അവർ 6000 പേരുണ്ടായിരുന്നു, 6000 ആൾക്കാരുണ്ടായിരുന്നു. ഫഖുൽതു ലിഅലി, അപ്പോൾ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അവർ രംഗപ്രവേശനം ചെയ്യുന്നത്. ഞാൻ അലിയോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അബ്രിദ് ബിസ്സലാ, ളുഹർ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കണം. ളുഹർ നിസ്കാരം ഇന്ന് ളുഹറിന്റെ ജമാഅത്ത് കുറച്ച് വൈകിപ്പിക്കണം. ലഅല്ലി ഉകല്ലിമു ഹൗലാഇൽ ഖൗമ, ഞാൻ ആ വിഭാഗത്തോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ളുഹർ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കണം. ഖാല ഇന്നി അഖാഫുഹും അലൈക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഞാൻ അവിടെ നിന്റെ വിഷയത്തിൽ പേടിക്കുന്നു, അവരെന്തെങ്കിലും ഉപദ്രവിക്കും. അപ്പോൾ ഇബ്നു അബ്ബാസ് ഇല്ല, എന്നവരൊന്നും ചെയ്യൂല. അങ്ങനെ ഫലബിസ്തു, ഞാൻ നല്ല വസ്ത്രം, ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ നല്ല വസ്ത്രം ധരിച്ചു. വതറജ്ജൽതു, ഞാൻ നല്ല ചെരുപ്പ് ധരിച്ചു. വദഖൽതു അലൈഹിം ഫീ ദാരി നിസ്ഫൻ നഹാർ, പകലിൻ്റെ പകുതിയിൽ ളുഹൂറിൻ്റെ മുമ്പ് ഞാൻ അവരിലേക്ക് കടന്നു ചെന്നു. നല്ല വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പ് ധരിച്ച് അവരിലേക്ക് കടന്നു. വഹും യഅ്കുലൂന, അവർ നേരം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഫഖാലു, അവർ പറഞ്ഞു, മർഹബൻ ബിക യ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന് സ്വാഗതം. അവർ ഇബ്നു അബ്ബാസിനെ ക്ഷണിച്ചു. ഫമാ ജാഅ ബിക്, എന്ന് ചോദിച്ചു, എന്താ വന്നത്, വരാൻ എന്താണ് കാരണം? ഖുൽതു ലഹു, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഖവാരിജികളോട് പറഞ്ഞു, അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളുടെ അടുക്കൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. വമിൻ ഇൻദി ഇബ്നു അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസഹ്ലിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മിൻ്റെ മകൻ അലിയുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. വഅലൈഹിം നസലൽ ഖുർആനു, അവരിലാണ് ഖുർആൻ അവതരിച്ചത്, സഹാബാക്കളിലാണ് ഖുർആൻ അവതരിച്ചത്. ഫഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, ആ ഖുർആൻ എങ്ങനെയാണോ വിശദീകരിക്കേണ്ടത്, എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, അത് നിങ്ങളെക്കാൾ അറിയുന്നവർ ആ സഹാബാക്കളാണ്. വലൈസ ഫീകും മിൻഹും അഹദുൻ, അതാണ് പോയിന്റ്. വലൈസ ഫീകും മിൻഹും അഹദുൻ, ആ സഹാബാക്കളിൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ല. ഒരു വിഭാഗമായി പോകുമ്പോൾ സഹാബാക്കളാണ് ദീൻ ഏറ്റവും അറിയുന്നവർ, ഖുർആനെ സംബന്ധിച്ച് അറിയുന്നവർ, അവരിലാണ് ഖുർആൻ അവതരിച്ചത്. അവരിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതന്നെ നിങ്ങളുടെ ബാത്തിലാണെന്നതിൻ്റെ തെളിവാണ്. സഹാബാക്കൾ ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. ലിഉബല്ലിഗകും മാ യഖൂലൂൻ, ഞാൻ വന്നത് അവരെന്താണോ പറയുന്നത് അത് നിങ്ങളെ അറിയിക്കാനും, വഉബല്ലിഗഹും മാ തഖൂലൂൻ, നിങ്ങൾ എന്താണോ പറയുന്നത് അത് അവർക്ക് അറിയിച്ചു കൊടുക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഫൻതഹാലി നഫറും മിൻഹും, അപ്പോൾ അവരിൽപ്പെട്ട ഒരു കുറച്ച് കൂട്ടം ആൾക്കാർ എൻ്റെ ചുറ്റും കൂടി. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാതു മാ നഖംതും അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബ്നി അമ്മിഹി, നിങ്ങൾ എന്താണ് ആരോപണങ്ങൾ പറയുന്നത്? സഹാബാക്കൾക്കെതിരെയും അലി റളിയല്ലാഹുവിനെതിരെയും നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങളാണ് പറയുന്നത്, പറ. ഖാലു സലാസ്, 3 ആരോപണങ്ങളാണ് നമുക്കുള്ളത്. ശരിക്കും ശ്രദ്ധിച്ചോ, ഖവാരിജികൾ ഈ സഹാബാക്കൾക്കെതിരെ ആരോപണം പറഞ്ഞ 3 ആരോപണങ്ങൾ, എന്നിട്ടാണ് അവർ ദീന്ന് പുറത്തുപോയത്. ഈ ചെറിയ 3 ആരോപണങ്ങൾ കാരണമാണ് ദീന്ന് അവർ പുറത്തുപോയിട്ട് സഹാബാക്കൾക്കെതിരെ തിരിഞ്ഞത്. ഖുൽതു മാ ഹുന്ന, ഇബ്നു അബ്ബാസ് ചോദിച്ചു, എന്താണ് ആ കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ എന്താണ്? ഖാല, അപ്പോൾ അവർ പറഞ്ഞു, അമ്മ ഇഹ്ദാഹുന്ന, അതിലൊന്നാമത്തേത്, ഫഇന്നഹു ഹകമ الرجال ഫീ അംരില്ലാഹി, അലി റളിയല്ലാഹു അൻഹു വ്യക്തികളെ ഹാക്കിമിയത്ത് സ്വീകരിച്ചു, അവരുടെ ഹുക്കാമികളാക്കി, വിധികർത്താക്കളായിട്ട് വ്യക്തികളെ സ്വീകരിച്ചു. വഖാല അല്ലാഹു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അതാണ് അവരുടെ ഏറ്റവും വലിയ ആരോപണം. സിഫീൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ, ജമൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധത്തിലും മുസ്ലിമീങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സുൽഹുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പ്രമുഖരായ സഹാബാക്കളെ നിശ്ചയിച്ചു. 2 അബ്ദുല്ലാഹ് അംർ ബിൻ ആസും അബൂ മൂസ അശ്അരി
റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് സഹാബാക്കളെ ഏൽപ്പിച്ചു. അവരെന്താണോ തീരുമാനിക്കുന്നത് അത് ഈ വിഭാഗങ്ങളും അംഗീകരിക്കണമെന്ന വ്യവസ്ഥയോടെ. ഇതിനെതിരെ ഖവാരിജികൾ രംഗത്ത് വന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്താവ് അല്ലാഹു മാത്രമാണ്, അല്ലാഹുവേ വിധിക്കാൻ അധികാരമുള്ളൂ. അവർ പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇതിനെതിരാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്, അള്ളാഹുവിന്റെ ഹാക്കിമത്തിന് പകരം മനുഷ്യരെ ഹുക്കാമികളായി കണ്ടു എന്ന വാദം. അപ്പോ ഖവാരിജികൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് ഇത് പറഞ്ഞു. അപ്പൊ ഇതല്ല നിങ്ങൾ ഒന്ന്. ഖാലു അമ്മ സാനിയ, അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തേത് ഇത്, രണ്ടാമത്തേത് ഫഇന്നഹു ഖാതല, അലി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തു. വലം യസ്ബി, അവരെ അടിമകളായി പിടിച്ചിട്ടില്ല. സാധാരണ യുദ്ധം കഴിഞ്ഞാൽ പരാജയപ്പെട്ടവരെന്ത് ചെയ്യും? അടിമകളായി പിടിക്കും. അലി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തു, അവരെ അടിമകളായി പിടിച്ചിട്ടില്ല. വലം യഗ്നം, അവരുടെ ഗനീമത്തും എടുത്തിട്ടില്ല. ഇൻ കാനൂ കുഫാറൻ ലഖദ് ഹല്ല സബാഹും, അലി റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധത്തിൽ പരസ്പരം മുസ്ലിമീങ്ങളെ ഏറ്റുമുട്ടിയതാണ്, സഹാബാക്കളെ ഏറ്റുമുട്ടിയ യുദ്ധമാണ് സിഫീൻ യുദ്ധം. ആ സിഫീൻ യുദ്ധം ജമൽ യുദ്ധം, ഈ രണ്ട് യുദ്ധങ്ങളിൽ അവരുടെ ഗനീമത്ത് അലി എടുത്തിട്ടില്ല, അവരെ അടിമകളാക്കിയിട്ടുമില്ല. അവർ കാഫിരീങ്ങളാണെങ്കിൽ അവരെ അടിമകളാക്കലും ഹലാലാണ്, അതുപോലെ തന്നെ അവരുടെ ഗനീമത്ത് എടുക്കലും ഹലാലാണ്. പിന്നെ എന്തുകൊണ്ട് അലി ഗനീമത്ത് എടുത്തിട്ടില്ല, അവരെ അടിമകളാക്കിയിട്ടില്ല? വല ഇൻ കാനൂ മുഅ്മിനീന, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ മാ ഹല്ല സിബാഹും വലാ ഖിതാലഹും, അവരോട് യുദ്ധം ചെയ്യാനും പാടില്ലല്ലോ, മുസ്ലിമീങ്ങളോട് പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അലി എന്തുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തു? അലി യുദ്ധം ചെയ്ത് കാഫിറാണെങ്കിൽ അവരെ അടിമകളാക്കി പിടിക്കണം, അവരുടെ ഗനീമത്ത് എടുക്കണം. ഇനി അവർ കാഫിരീങ്ങളല്ലെങ്കിൽ പിന്നെ എന്തിന് അലി യുദ്ധം ചെയ്തു? മുഅ്മിനോട് യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. ഇതാണ് അവരുടെ രണ്ടാമത്തെ ചോദ്യം. ഖുൽതു ഹാദിഹി സിൻതാന, ഈ രണ്ട് കാര്യങ്ങൾ. ഫമസ്സാലിസ, പിന്നെ മൂന്നാമത്തത് എന്താണ്? അപ്പൊ വദക്കറ കലിമത്തൻ മഅനാഹ, അവർ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രീതിയിലൊരു വാക്ക് ചോദിച്ചു, മൂന്നാമത്തത് എന്താണ്? ഖാലു, അപ്പൊ അവർ പറഞ്ഞു മഹാ നഫ്സഹു മിൻ അമീരിൽ മുഅ്മിനീൻ, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് നീക്കി. മൃദാന കാലഘട്ടത്തിലാണ് അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ഉണ്ടായത്. അലി റളിയല്ലാഹു അൻഹു ആ സ്ഥാനപ്പേര് നീക്കി, അമീറുൽ മുഅ്മിൻ എന്ന സ്ഥാനപ്പേര് നീക്കി. ഫഇല്ലം യകുൻ അമീറുൽ മുഅ്മിനീൻ, അപ്പോൾ അലി അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഫഹുവ അമീറുൽ കാഫിരീൻ, അദ്ദേഹം അമീറുൽ കാഫിരീനാണ്, അവിടെ അംഗീകരിക്കൂല. അപ്പോൾ അമീറുൽ മുഅ്മിൻ എന്ന സ്ഥാനപ്പേര് നീക്കി. അപ്പോൾ അലി ആ സ്ഥാനപ്പേര് നീക്കിയപ്പോൾ അലി ആരായി മാറി? ഒന്നുകിൽ അമീറുൽ മുഅ്മിനാണ്, അല്ലെങ്കിൽ അമീറുൽ കാഫിറാണ്. അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിൻ എന്ന സ്ഥാനപ്പേര് നീക്കിയപ്പോൾ അമീറുൽ കാഫിരീൻ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്. ഇപ്പം ഈ മൂന്ന് ആരോപണങ്ങളാണ് സഹാബാക്കൾക്കെതിരെ ഖവാരിജികൾ രംഗത്തിറങ്ങിയത്, ഈ മൂന്ന് ആരോപണങ്ങൾ കൊണ്ട്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറഞ്ഞു, അറഅയ്തുകും ഇൻ ഖറഅതു അലൈക്കും മിൻ കിതാബില്ലാഹി ജല്ല സനാഉഹു വസുന്നത നബിയിഹി മാ യറുദ്ദു ഖൗലകും അതർജിഊൻ, നിങ്ങളെ ഈ മൂന്ന് ആരോപണങ്ങൾക്ക് റദ്ദ് ചെയ്യുന്ന, മറുപടി പറയുന്ന ഖുർആന്റെ ആയാത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തന്നാൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ മടങ്ങുമോ ഈ ആരോപണങ്ങളിൽ നിന്ന്? അവർ അംഗീകരിച്ചു, ആ മടങ്ങാന്ന് പറഞ്ഞു. ഖാലു നഅം ഖുൽതു അമ്മാ ഖൗലുകും ഹകമ الرجال ഫീ അംരില്ലാഹ്, അപ്പോൾ നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ആരോപിക്കുന്ന ഒന്നാമത്തെ ആരോപണം അലി റളിയല്ലാഹു അൻഹു ആളുകളെ ഹാക്കിമായി നിയമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഫഇന്നി അഖറഉ അലൈക്കും ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബിൽ ഒരു ആയത്തിനെ നിങ്ങൾക്ക് ഓതിത്തരാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലുസ് സൈദ വഅൻതും ഹുറുൻ വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉൻ മിസ്ലു മാ ഖതല മിനൻ നഅം യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും. ഈ ആയത്ത്, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ അവിടുത്തെ മൃഗങ്ങളെ കൊല്ലരുത്, വേട്ടയാടരുത്. പ്രാവ്, മുയൽ, മാന്, അങ്ങനത്തെ മൃഗങ്ങളെ നിങ്ങൾ വേട്ടയാടരുത് ഇഹ്റാമിലായിരിക്കാൻ. ഇനി ഇഹ്റാമിലായിരിക്കാൻ നിങ്ങൾ വേട്ടയാടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കിടയിലുള്ള വിധികർത്താക്കൾ എന്താണോ ശിക്ഷയായിട്ട് നിങ്ങൾക്ക് വിധിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേട്ടയാടുകൾക്ക് ശിക്ഷ വിധിക്കാൻ ഒരു ഹാക്കിമിനെ അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ, മനുഷ്യന്മാരിൽ നിന്ന് ഒരു ഹാക്കിമിനെ തിരഞ്ഞെടുക്കാൻ. ഇപ്പൊ ഈ ആയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതി എന്നിട്ട് പറഞ്ഞു
وكان من حكم الله أنه سيره إلى الرجال يحكمون فيه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിധികർത്താക്കളായിട്ട് മനുഷ്യന്മാരാണ് തിരഞ്ഞെടുത്തത്. فجاز من حكم الرجال أنشدكم بالله أحكم الرجال في سلاح ذات البين وحقن دمائهم أفضل أو في أرنب. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ചോദിക്കാൻ, മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിച്ച് രക്തം ചിന്തുന്നതിനേക്കാൾ അവർക്കിടയിൽ സുൽഹുണ്ടാക്കാൻ രണ്ട് വ്യക്തികളെ ഏൽപ്പിക്കലാണോ അഫ്ളൽ, അതല്ല ഒരു മുയലിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാവിന്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ രണ്ടാൾക്കാരെ വെക്കലാണോ അഫ്ളൽ? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൾക്കാർക്ക് വിധിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കൊടുക്കേണ്ട ആവശ്യമാണ് ഇവിടെ. കാരണം ഇവിടെ യുദ്ധം നടക്കാൻ, മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിച്ച് രക്തം ചിന്തുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവിടെ സുൽഹുണ്ടാക്കലാണ് അതിനേക്കാൾ അഫ്ളൽ. ഒന്നാമത്തെ ആയത്ത്. രണ്ടാമതായിട്ട് അദ്ദേഹം അബ്ദുല്ലാഹ് അബ്ബാസ് ഓതി വഫിൽ മർഅതി വസൗജിഹ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയത്തിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ പേടിക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ വിഭാഗത്തിൽ നിന്ന് ഒരാളും ആണിന്റെ ഭാഗത്ത് നിന്ന് ഒരാളും വന്ന് സുൽഹുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, സംസാരിക്കുക. അള്ളാഹുവിന്റെ വിധിയാണ്. അവിടെ അള്ളാഹു ഏൽപ്പിച്ചത് മുഅ്മിനീങ്ങളാണ് പരസ്പരം വിധികർത്താവായിട്ട് ഒരു തീരുമാനമെടുക്കാൻ. എൻ്റെ അബ്ദുല്ലാഹ് അബ്ബാസ് ചോദിക്കാൻ, ഒരു പെണ്ണിന്റെ വിഷയത്തിൽ തീരുമാനിക്കാൻ അള്ളാഹു രണ്ടാൾക്കാരെ ഏൽപ്പിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിച്ച് രക്തം ചിന്തുന്നത് ഒഴിവാക്കാൻ രണ്ടാൾക്കാരെ ഏൽപ്പിക്കലാണോ അഫ്ളൽ? അവർ അംഗീകരിച്ചു. അബ്ദുല്ലാഹ് അബ്ബാസിന്റെ ഈ ഒരു ഭാഗം അവർ അംഗീകരിച്ചു. ഖാലൂ നഅം ഖുൽതു, അവർ അംഗീകരിച്ചു. പിന്നെ അബ്ബാസ് പറയാണ്, അബ്ദുല്ലാഹ് അബ്ബാസ് പറയാണ് വഅമ്മാ ഖൗലുകും ഖാതല വലം യസ്ബി വലം യഗ്റം. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ആരോപണം അലി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തു, അവരെ അടിമകളായി പിടിച്ചിട്ടില്ല, ഗനീമത്ത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അഫതസ്ബൂന ഉമ്മക്കും ആയിഷ, അത് അന്ന് അലി റളിയല്ലാഹു യുദ്ധം ചെയ്തത് ആയിഷ റളിയല്ലാഹുവിനെതിരെയാണ്. ആയിഷ റളിയല്ലാഹുവിനെ പിടിച്ചു അവസാനം ചെയ്ത് മദീനയിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്തത്. അതിനെതിരാണ് ഇവർ ഈ ആരോപണം നടത്തുന്നത്, ആയിഷയുടെ ദേഷ്യം. അപ്പൊ അബ്ദുല്ലാഹ് അബ്ബാസ് ചോദിക്കാണ്, നിങ്ങളുടെ ഉമ്മാനെ ആരെങ്കിലും അടിമകളാക്കി വെക്കോ? തസ്തഹില്ലൂന മിൻഹാ മാ തസ്തഹില്ലൂന മിൻ ഗൈരിഹാ, മറ്റുള്ള പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഹലാലാകുന്നത് പോലെ നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ ഹലാലാക്കുവോ? വഹിയ ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മയാണത്. ഫഇൻ ഖുൽതും ഇന്നാ നസ്തഹില്ലു മിൻഹാ മാ നസ്തഹില്ലു മിൻ ഗൈരിഹാ ഫഖദ് കഫർതും, നിങ്ങളുടെ ഉമ്മാനെ മറ്റുള്ള പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഹലാലാകുന്നത് പോലെ നിങ്ങളുടെ ഉമ്മ ആയിഷ നിങ്ങൾക്ക് ഹലാലാകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഫഖദ് കഫർതും, നിങ്ങൾ ഗാഫിരീങ്ങളാണ്, നിങ്ങൾ ഗാഫിറായി. കാരണം ആയിഷ എന്നുള്ളത് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനാണ്. വഇൻ ഖുൽതും ലൈസത് ബി ഉമ്മിന, എന്നെ ആയിഷ നമ്മുടെ ഉമ്മയല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഫഖദ് കഫർതും, എന്നാലും നിങ്ങൾ ഗാഫിറായി. കാരണം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് മുഅ്മിനീങ്ങളുടെ ഉമ്മഹാത്താണ്, ഉമ്മമാരാണ്. അപ്പൊ ഉമ്മാനെ എന്ത് ചെയ്യാൻ പറ്റൂല? അടിമയെ വെക്കാൻ പറ്റൂല, ഉമ്മാനെ ഗനീമത്ത് എടുക്കാൻ പറ്റൂല. അബ്ദുല്ലാഹ് അബ്ബാസ് ഈ ആയത്തോതി ഒന്നെങ്കിൽ നിങ്ങൾ ഉമ്മാനെ ഹലാലാകണമെന്ന് പറയണം, അത് കുഫറാണ്. രണ്ടാമത്തേത് ആയിഷ നമ്മുടെ ഉമ്മ എല്ലാന്നും പറയണം, അതും കുഫറാണ്. അപ്പൊ നിങ്ങൾ രണ്ട് ലലാലത്തിനാണ് നിങ്ങൾ ഉള്ളത്. അതിലുള്ള പോംവഴി എന്താണ്? അലി റളിയല്ലാഹു ചെയ്തതുപോലെ ആയിഷനെ നല്ല രീതിയിൽ മദീനയിലേക്ക് പറഞ്ഞേക്കാണ്. അലി ചെയ്തതാണ് ശരിയെന്ന അഭിപ്രായപ്പെടാണ് ശരി. അതും ഖാലൂ നഅം, അതും അവർ അംഗീകരിച്ചു. മൂന്നാമത്തേത് വഅമ്മാ മഹ്യു നഫ്സിഹി മിൻ അമീരിൽ മുഅ്മിനീൻ, മൂന്നാമത്തെ ആരോപണം അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് അലി മാറ്റി, ആ സ്ഥാനപ്പേര് അലി സ്വീകരിച്ചില്ല. ഫനആതീകും ബിമാ തർളൂൻ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന രീതിയിൽ അതിനെതിരെ ഞാൻ തെളിവുകൾ ഉദ്ധരിക്കാം. ഇന്ന നബി അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാലഹൽ മുശ്രികീന, മുശ്രികീങ്ങളോട് സുൽഹ് നടത്തി, രഞ്ജിപ്പുണ്ടാക്കി. ഫഖാല ലി അലി, അന്ന് ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉക്തുബ് യാ അലി ഹാദാ മാ സാലഹ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ആ സന്ധ്യ എഴുതാണ്, കരാർ എഴുതാണ്. അപ്പൊ അലി റളിയല്ലാഹുവിനോട് റസൂൽ ആവശ്യപ്പെടാൻ, അലി നീ എഴുത് മാ സാലഹ അൽ മുശ്രികീന, ഇത്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുകയാണ്. അദ്ദേഹമാണ് കരാറുണ്ടാക്കുന്നത്. ഇങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഖാലു, ആ മുശ്രിക്കുകൾ പറഞ്ഞു, ലൗ നഅലമു അന്നക റസൂലുള്ളാഹി മാ ഖാതൽനാക, നീ അള്ളാഹിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യാൻ വരൂല. അപ്പൊ അതിന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംഹു യാ അലി, അലി നീ എഴുതിയത് വായിക്കും. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി റസൂലുള്ളാഹ്, അലിയെ നിനക്കറിയാം ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്ന്. ഉംഹു യാ അലി, നീ ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് ആ കരാർ പത്രത്തിൽ എഴുതിയ പേര് നീ അത് വായിക്കും. വക്തുബ് ഹാദാ, എന്നിട്ട് നീ എഴുത്, മാ സാലഹ അലൈഹി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മാറ്റിയിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന ആ കരാർ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എഴുതി. വല്ലാഹി ലറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ മിൻ അലി, അലിയേക്കാൾ ഖൈറാണ് അല്ലാഹുവിന്റെ റസൂൽ. വഖദ് മഹാ നഫ്സഹു, അങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂലാണ് റസൂലുള്ളാഹി എന്ന പേര് മാറ്റിയിട്ട് അവിടെ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന് എഴുതിയത്. എന്തിന്? മുശ്രിക്കീങ്ങളോട് സന്ധി ഉണ്ടാക്കാൻ വേണ്ടി, കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വലം യകുൻ മഹ്ബുഹു നഫ്സഹു ദാലിക മഹാഹു മിനൻ നുബുവ, ആടെ റസൂലുള്ളാഹി എന്ന പേര് വെട്ടലോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ നുബുവത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതേപോലെ അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ഒഴിവാക്കലോടുകൂടി മുഅ്മിനീങ്ങളുടെ അമീറിന്റെ സ്ഥാനത്ത് നിന്നും പോയിട്ടില്ല. ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി എന്ന പേര് ഒഴിവാക്കിയപ്പോൾ റിസാലത്തിൽ നിന്നും പുറത്തു പോകാത്തതുപോലെ. അഖ്റജ്തു മിൻ ഹാദിഹി, അബ്ദുല്ലാഹ് അബ്ബാസ് ചോദിച്ചു, ഇതിൽ നിന്നും നിങ്ങൾ പുറത്തു കിടന്നോ? ഖാലൂ നഅം, ഇതും ഞങ്ങൾ അംഗീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾക്കും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണ് മറുപടി പറഞ്ഞത്, ബുദ്ധി വെച്ചിട്ടല്ല. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മറുപടി പറഞ്ഞു. അപ്പൊ ഖവാരിജികൾ ദലാലത്തിനാണ്, അവർ സലഫുകളല്ല. കാരണം ആ ഖുർആന്റെയും സുന്നത്തിന്റെയും ആയത്തുകൾ സഹാബാക്കൾ മനസ്സിലാക്കിയത് പോലെയല്ല അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ സലഫുകൾ എന്നല്ലാതായത്. അവിടെ നമ്മുടെ വിഷയം അവിടെയാണ്. എന്തുകൊണ്ട് ഖവാരിജികൾ ഖദരിയാക്കൾ നമുക്ക് സലഫുകളല്ല? കാരണം അവർ ഖുർആന്റെ ആയത്താണ് തെളിവായിട്ട് ഓതിയത്, റസൂലിന്റെ ഹദീസാണ് തെളിവായിട്ട് പറഞ്ഞത്. പക്ഷെ ആ ഖുർആന്റെ ആയത്തും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയത് പോലെയല്ല അവർ മനസ്സിലാക്കിയത്. അവിടെയാണ് നമ്മുടെ വിഷയം. അപ്പോൾ സഹാബാക്കൾ മനസ്സിലാക്കിയതുകൊണ്ട് ആരാണോ ഈ രണ്ടും മനസ്സിലാക്കുന്നത് അവർ നമ്മുടെ സലഫുകളാണ്, അവർ നമ്മുടെ മുൻഗാമികളാണ്. ഇതാ ഹദീസിന്റെ ഭാഗം. അപ്പം അവർ ആ മൂന്ന് കാലം അംഗീകരിച്ചു. ഫറജഅ മിൻഹും അൽഫാനി, 6000 ആൾക്കാരിൽ നിന്നും 2000 ആൾക്കാർ അത് അംഗീകരിച്ചു, ഖവാരിജിൽ നിന്ന് പുറത്തു വന്നു. ബാക്കി 4000 ആൾക്കാർ അതിൽ തന്നെ ഉറച്ചു നിന്നു. വഖറജ സായിറുഹും, ബാക്കിയുള്ള 4000 ആൾക്കാർ സഹാബാക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. ഫഖുതിലു അലാ ദലാലതിഹിം, അങ്ങനെ സഹാബാക്കളുടെ കൈകളിലൂടെ അവർ കൊല്ലപ്പെട്ടു. അങ്ങനെ ദലാലത്തിലായിക്കൊണ്ട് 4000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഫഖതലഹും അൽ മുഹാജിറൂന വൽ അൻസാർ, അൻസാറുകളും മുഹാജിറുകളും അടങ്ങുന്ന സഹാബാക്കൾ അവരെ കൊന്നു, അവരോട് യുദ്ധം ചെയ്ത് അവരെ ഇല്ലാതാക്കി. ബാക്കി 4000 ആൾക്കാർ. ഇപ്പൊ 2000 ആൾക്കാർ എന്ത് ചെയ്തു? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ഈ തെളിവുകൾ ഉദ്ധരിക്കുന്നതിലൂടെ മാറി ഖവാരിജിയത്തിൽ നിന്നും അഹ്ലുസുന്നയിലേക്ക് മടങ്ങി. അപ്പൊ ചെറിയ വിഷയങ്ങളാണ്. ഖവാരിജികൾ നമ്മുടെ സലഫുകളാകാതിരിക്കാൻ കാരണം ആ ഖുർആന്റെ ആയത്തും ഹദീസും നിഷേധിച്ചതല്ല, അവർ അംഗീകരിച്ചു. പക്ഷെ അത് മനസ്സിലാക്കിയത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ സലഫുകൾ ആരാണ്? ഒന്ന് സഹാബാക്കൾ, രണ്ട് ഖുർആനും സുന്നത്തും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ആരാണോ മനസ്സിലാക്കിയത് അവർ നമ്മുടെ സലഫുകളാണ്. അപ്പം സലഫി എന്ന വാക്കിന്റെ അർത്ഥം ഖുർആനെയും അംഗീകരിക്കും, സുന്നത്തിനെയും അംഗീകരിക്കും. ഈ രണ്ട് വിഷയങ്ങളും, ഈ രണ്ട് കാര്യങ്ങളും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് അതേപോലെ മനസ്സിലാക്കും. അതാണ് അസ്സലഫിയ എന്ന ഉദ്ദേശം. ഇതാണ് നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ. ആര്? അവരാണ് മുൻഗാമികൾ. ആരാണ് സലഫി? അപ്പം ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നു. ഈ ഖുർആനും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് അതേപോലെ അംഗീകരിക്കും. പിന്നെ അസ്സലഫു സാലിഹ് എന്ന് പറയും. ഇമാം അഹ്മദ് റഹിമഹുല്ല, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്, 4 മദ്ഹബിന്റെ ഒരു ഇമാമാണ്. അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ല, അദ്ദേഹം പറയാണ് ഫി റിസാലത്തിഹി അൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ, ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥം, വളരെ പ്രസിദ്ധമായ അഹ്ലുസുന്നന്റെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്.
അത് പറയാണ് ഉസൂലുസുന്നതി, അഹ്ലുസുന്നന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇൻദന നമ്മുടെ അടുക്കൽ അത്തമസ്സുകു, നാം മുറുകെ പിടിക്കൽ, ബിമാ ഒരു കാര്യത്തെ നാം മുറുകെ പിടിക്കൽ, കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഏതൊരു നിലപാടിലായിരുന്നോ ആ നിലപാട് മുറുകെ പിടിക്കലാണ് നമ്മുടെ വിജയം. അതാണ് നമ്മുടെ ദീൻ, നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ അസ്ൽ എന്താണ്? സഹാബാക്കൾ ഏതൊരു നിലപാടിലാണോ നിലകൊണ്ടത് അതേ നിലപാടിനെ മുറുകെ പിടിക്കുക. വൽ ഇഖ്തിദാഉ ബിഹിം, ആ വിഷയത്തിൽ അവരെ പിൻപറ്റുക. അതാണ് നമ്മുടെ നിലപാട്. സലഫിയത്തിന്റെ നിലപാടും അതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ ഖുർആനെയും സുന്നത്തിനെ മുറുകെ പിടിക്കുക. ആ ഖുർആനും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അവർ ഏത് നിലപാടിലാണോ നിന്നത് ആ നിലപാട് നിൽക്കുന്നവരാണ് സലഫി. മറ്റെല്ലാവരും എന്താണ്? സലഫികൾക്കെതിരെ ആരോപിക്കും, പുത്തനാശയക്കാരാണ്, പുതിയ വാദക്കാരാണ്, അതാണ് ഇതാണെന്നൊക്കെ ആരോപിക്കും. ഇതൊന്നും നമ്മുടെ പൂർവികന്മാർ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അവരും അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്ന് നമുക്കെതിരെ ആരോപിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പുത്തനാശയക്കാർ അവരാണ്, ഷിയാക്കളാണ്. അവരാണ് പുതുതായിട്ട് ഓരോന്നും കൊണ്ടുവരുന്നത്. നമുക്ക് നമ്മുടെ സനത് പറയാനുള്ളത് സഹാബാക്കളിലേക്കാണ്. അവരുടെ സനതോ പോയി എത്തും. ഏറ്റവും അവസാനം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹിയിലേക്ക് എത്തും, അശ്അരി അഖീദ. അതിന് ബാക്കിയൊക്കെ അതിനിപ്പുറത്താണ്, സനത് പറയാനില്ല. പക്ഷെ സലഫുകളിലേക്ക്, റസൂലിലേക്ക് എത്തുന്ന സനത് സലഫുകൾക്കേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ നിർത്താം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ എന്താണ് സലഫിയത്തിൻ്റെ പ്രത്യേകത, ആരാണ് സലഫി എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. പക്ഷേ അതൊക്കെ വിഷയങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ നിർത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.